വോട്ടോ താങ്ക്സ് വിളിച്ചാൽ നമ്മൾ വേദിയിൽ കയറിയാല് ഒരൊറ്റാളുടെ പേരും പറയണമെന്നില്ല. അധ്യക്ഷൻ, മുഖ്യാതിഥി, ബഹുമാന്യര്, 15 ആള് വേദിയിലിരിക്കുന്ന. നാളെ ഒരു വോട്ടോ താങ്ക്സ് വിളിച്ചോ കയറിയിട്ട് 15 ആളും അയാളെ കുറിച്ച് ഭയങ്കര വർണ്ണനയായിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് വോട്ടോ താങ്ക്സ് ആരുടെ ഭാഗം ഒരു പ്രസംഗം പറയാം. നന്ദി പ്രകടനം എന്ന് പറഞ്ഞാൽ പറയാൻ ഒരു പരിപാടിയും പറയാൻ പാടില്ല. ഒരഭിപ്രായം പോലും പറഞ്ഞൂടാ. മുഖ്യാതിഥി തിരക്ക് പിടിച്ച് വന്ന അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 1-2 കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ പറയാമോ? അതൊന്നും വോട്ടോ താങ്ക്സ് ആരും പറയാൻ പാടില്ല. വോട്ടോ താങ്ക്സ് നേരെ പോകുന്നു, അധ്യക്ഷനെ മുഖ്യാതിഥി മാത്രം പേര് പറയുന്നു, സ്ട്രൈറ്റ് ആയി ഡ്യൂട്ടിയിലേക്ക് പോകുന്നു. ഒരു കഥ പറയേണ്ട ആളല്ല അല്ലേ. പക്ഷെ നമ്മളെ കിട്ടിയ പറയാം നമ്മളെ ഇത് അങ്ങനെയാണ്, നമ്മളങ്ങനെ ശീലിച്ചു. ചില ആൾക്കാരൊക്കെ അപ്പൊ ഈ യുദ്ധം പറയുന്നവര് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം എന്തിനാ അടിക്കും നമുക്കറിയില്ല. പക്ഷേ ഏഴ് കഴിയാത്തല്ലും കാലങ്ങളായി തലമുറയായി ഞങ്ങൾ അങ്ങനെ ശീലിച്ചത്. ഇത്തരം ഉത്തരം പലപ്പോഴും പല സംഘടനാ നേതൃത്വപ്പെട്ട ആൾക്കാരും പറയാറുണ്ട്. എന്തോ കുറച്ചുകൂടെ കഴിവില്ലാത്ത സ്ഥാനാർത്ഥിയായിക്കൂടെ, അതുകൊണ്ട് എൻ്റെ ആളല്ല, എൻ്റെ ആളല്ലാത്തോണ്ട് അവനാക്കൂല. സംഘടന ഒന്നല്ല ഉത്തരം, എൻ്റെ ആളാണോ എന്ന് ഞാൻ ചോദിക്കും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യതാണ്. അപ്പൊ ഒറ്റ ചോദ്യമുള്ളൂ, നമ്മൾ എപ്പോഴും ചോദിക്കണം, നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി ഇതിനെ ചെയ്യണോ അതോ ഇതിനേക്കാൾ വ്യത്യസ്തമായ നല്ല വഴി ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയെക്കാളും ഞാൻ കുട്ടികളോട് പറയാണ്, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടന്നു, എങ്ങനെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു, അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പഠിക്കാനോ ജീവിക്കാനോ പറ്റുമോ? CPTയുടെ ലീഡേഴ്സിനോട് പറയുന്നു, നമ്മൾ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഓർഗനൈസേഷനെ എങ്ങനെ ലീഡ് ചെയ്തു അതേപോലെ തന്നെ ലീഡ് ചെയ്താൽ മതിയോ, അതോ അല്പം കൂടി വ്യത്യസ്തമായും ക്രിയാത്മകമായും കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ഇതിനെ ലീഡ് ചെയ്യാൻ നല്ല മാർഗം നമുക്കുണ്ടോ? എപ്പോഴും ചോദിക്ക്, ഈസ് ദെയർ എ ബെറ്റർ വേ ടു ഡു തിങ്സ്? കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വഴിയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു തോന്നൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. Let me tell you, ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ഇഫ് യു വാണ്ട് ടു വിൻ ദ റേസ് യു മസ്റ്റ് ബിഗിൻ ദ റേസ്. ഒരു ഓട്ട മത്സരം നമ്മൾക്ക് ജയിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഓടാൻ തുടങ്ങണം. ഓടണം തന്നെ, കറക്റ്റ് തന്നെ. ഒരു ഓട്ട മത്സരം നമ്മൾ ജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ മത്സരം സ്റ്റാർട്ട് ചെയ്യണ്ടേ? റെഡി, എട്ടാൾ വെക്കിയത് 1 2 3 ഷൂട്ട്. ഏഴാളോട് എന്നിട്ട് ഓടുന്നില്ല. നല്ല രസമുണ്ട്. കളി ജയിക്കോ? നിങ്ങളുടെ ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ. 1 വർഷമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോണ്ട് സ്റ്റോപ്പ്. ജീവിതം ഒരു ട്രെഡ്മിൽ പോലെയാണ്. ട്രെഡ്മിൽ കണ്ടിട്ടുണ്ടോ? ട്രെഡ്മിൽ വലിയ സമ്പന്നമാരെ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ അത് പൊടി പിടിച്ചടക്കരുത്. വാങ്ങിയ ആദ്യത്തെ ഒരാഴ്ച ഡെയിലി പ്രാക്ടീസാണ്. ഈ വണ്ടിയൊക്കെ വാങ്ങിയാൽ ആദ്യ ഒരാഴ്ച ഫുൾ കഴിയും, പിന്നെ 2 മാസം ഒരിക്കൽ പോലും കഴിയില്ല. ട്രെഡ്മിലൊക്കെ പല കിടന്നിട്ടും വെറുതെ എടുക്കണം. എന്താ ട്രെഡ്മിൽ കണ്ടിട്ടുണ്ടോ? നമുക്ക് അതിന്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൈ പിടിച്ചിട്ട് ഒരു ബെൽറ്റ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് എക്സസൈസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ തടിച്ചു കൊടുത്ത കൊച്ചമ്മമാരൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ? അതന്നെ നല്ല കാര്യമാണ്, തെറ്റൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞ. ലൈഫ് ഒരു ട്രെഡ്മിൽ പോലെയാണ്. ജീവിതം ഒരു ട്രെഡ്മിൽ പോലെയാണ്. എന്താ കാര്യം? ഒരു ട്രെഡ്മിൽ ഓണാക്കിയിട്ട് അതിന്റെ മുകളിൽ കയറി വെറുതെ നിന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ട്രെഡ്മില്ലിന്റെ മുകളിൽ വിടുവോ? ഉറപ്പായിട്ട് വിടുവോ? If you just stand at a place, there is no meaning. നിങ്ങൾ വിടും. ഇനി അവിടെ നിങ്ങൾ വെറുതെ കാലിങ്ങനെ പൊക്കുന്നു, തട്ടുന്നു. നിങ്ങൾ ട്രെഡ്മില്ലിന്റെ മുകളിൽ കയറി നിങ്ങൾ വെറുതെ നിൽക്കുന്നില്ല, യു ആർ ജസ്റ്റ് റേസിംഗ് യുവർ ലെഗ്സ്. കാര്യമുണ്ടോ? കാര്യമില്ല. ട്രെഡ്മില്ലിൽ കയറിയിട്ട് കലോറി കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ ബേൺ ചെയ്ത് കളയണമെങ്കിൽ ട്രെഡ്മില്ലിൽ കയറി ഓടണം. എക്സ്ക്യൂസ് മീ, ട്രെഡ്മില്ലിൽ ഓടണം, അല്ലാതെ കാര്യമില്ല. എന്നാലേ അതിന് കാര്യമുള്ളൂ. ലൈഫ് ഇങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വീണ് പോകും. വെറുതെ ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്നാൽ ഒരു കാര്യമില്ല. ഓടാൻ തുടങ്ങ്. 1 കൊല്ലം ഓടി ക്ഷീണിച്ച് 2ാമത്തെ കൊല്ലം ക്ഷീണിച്ചിട്ട് മാറിയിക്കരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ നിങ്ങൾ പോകണം. അപ്പൊ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒന്ന്, റീച്ചിങ് എ ന്യൂ ഹൈറ്റ് ഇൻ ലൈഫ് ഡിമാൻഡ്സ് എ ന്യൂ യു. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഉയർന്ന ഉയരങ്ങളിൽ ജീവിതത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും വ്യത്യസ്തമായൊരു നമ്മളെ നമ്മൾ കണ്ടെത്തണ്ടേ? മനസ്സിലാവുന്നില്ലല്ലേ? കുട്ടികളോടൊക്കെ പറയാം, ഇപ്പോൾ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പൊസിഷൻ ലൈഫിൽ നാളെ എത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങളിൽ വ്യത്യസ്തമായൊരു നിങ്ങൾ കണ്ടെത്തണം. CPTയുടെ മന്ത്രിമാരോട് വീണ്ടും ഞാൻ പറയുന്നു,
ഒരു വർഷമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് ഒരു സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തുമ്പോൾ ഒരു ചെറിയൊരു ആലസ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ചെയ്യട്ടെ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. സ്ലോ ഡൗൺ ചെയ്യരുത്. നിങ്ങളങ്ങനെ സ്ലോ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും. ഡോണ്ട് റെഡ്യൂസ് ദ സ്പീഡ്. പ്ലീസ് ബി സീരിയസ്. എല്ലാവരും ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓണി അല്ലതായില്ലേ, എത്ര ആളെ ഓടുന്നത്. അതൊരു ട്രാക്കിന് കയറാൻ, ഒരു ഓർഗനൈസേഷൻ ട്രാക്കിന് ഒരു കൊല്ലം ചിലപ്പോൾ മതിയാവില്ല. ഓക്കെ, അപ്പം ഇന്നുള്ളതിനേക്കാളും വ്യത്യസ്തമായ ഒരു ഹൈറ്റിലേക്ക്, ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നുള്ളതിനും വ്യത്യസ്തമായ ഒരു നിങ്ങളെ നിങ്ങൾ കണ്ടെത്തണം. ഫൈൻഡ് ഔട്ട് എ ന്യൂ യു ഇൻ യു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് another thing. വളരെ പ്രധാനപ്പെട്ട യു കനോട്ട് പ്ലേ ടുഡേസ് ഗെയിംസ് വിത്ത് യെസ്റ്റർഡേസ് ട്രിക്സ്. ഇന്നത്തെ ഗെയിം ഇന്നലത്തെ ട്രിക്ക് വെച്ച് കളിക്കാൻ പറ്റുമോ? പറ, മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ കളി ഇന്നലത്തെ ട്രിക്ക് വെച്ച് കളിക്കാൻ പറ്റുമോ എന്റെ ചോദ്യം? ഒരിക്കലും പറ്റൂല. ഇന്നത്തെ കളി ജയിക്കണമെങ്കിൽ ഇന്ന് പുതിയ ട്രിക്ക് കണ്ടുപിടിക്കണം. കമോൺ, ഞാൻ ഒന്ന് പറയട്ടെ. CPT എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യബോധം കുട്ടികളെ സംരക്ഷിക്കുക എന്നാണല്ലോ. സത്യം പറഞ്ഞാൽ പഴയ കുട്ടികളുടെ നിലവാരമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. പഴയ കുട്ടികളെ പോലുള്ള ഒരു അനുസരണയും ഒരു മുതിർന്നവരുടെ ബഹുമാനം ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ? ഞാൻ ഇന്നത്തെ കുട്ടികളെ കളിയാക്കുന്നല്ല പറയുന്നത്, ഇല്ല, ഒരു സത്യമാണ്. ജനറേഷൻ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയേ പറ്റുമോ, തിരിച്ചറിഞ്ഞേ പറ്റുമോ? മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ നമ്മൾ അത് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും മുല്ല നസറുദ്ദീൻ എന്ന ഒരാളുണ്ട്. അയാളുടെ മകൻ ഒരു ദിവസം പരീക്ഷയിൽ തോറ്റു. ബാപ്പയുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു അടി. പയ്യെ ചോദിച്ചു, എന്തിനാണ് തല്ലിയത്? ജയിക്കാൻ പറ്റുന്ന ഒന്നിൽ നീ തോക്കാൻ പാടില്ല, അത് പഠിക്കാനാ അടി, നീ എന്തിനാ തോറ്റത്? അടുത്ത പ്രാവശ്യം പഠിച്ച് മര്യാദക്ക് വാശിക്ക് പഠിച്ച് ജയിച്ച സർട്ടിഫിക്കറ്റ് ബാപ്പയുടെ അടുത്ത് പോയി, ഇതാ സർട്ടിഫിക്കറ്റ് നോക്കി ജയിച്ചിട്ടുണ്ട്. ഒരടി വീണ്ടും. ചെക്കൻ ചോദിച്ചു, എന്തിനാണ് വീണ്ടും തല്ലിയത്? ഇന്ന് നീ ലേറ്റ് ആയിട്ടാ വന്നത്. സമയത്തിന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്തും ലേറ്റ് ആവാൻ പാടില്ല. സഹോദര, സ്ഥലം ഉണ്ടാക്കി വരും. സമയത്തിന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്തും ലേറ്റ് ആവാൻ പാടില്ല. സമയം നീ പഠിക്കണം, മനസ്സിലായ? അതിനാ അടി വന്നു. ചെക്കൻ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ ഉപ്പയുടെ അടി വാങ്ങൂല. മൂന്നാം പ്രാവശ്യം കറക്റ്റായിട്ട് പഠിച്ച് ജയിച്ച്, എന്തോ ഒരു പ്രേമലേഖനം എഴുതുന്നു, വാങ്ങിക്കോ. പഠിച്ച് കളിച്ച് ജയിച്ച്. ഇവിടെ നിന്നെല്ലാം മനസ്സ് വേറെന്തൊരു അർത്ഥം, അല്ലെങ്കിൽ ഉൾപ്പലം കിടന്നു. അപ്പോൾ പഠിച്ച് ജയിച്ച് കളിച്ച് നന്നായിട്ട് പഠിച്ച് കറക്റ്റ് സമയം പാലിച്ചിട്ട് മൂന്നാമത്തെ തവണ ഉപ്പയുടെ അടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അയാൾ നോക്കി, പരീക്ഷ പാസ്സായിരിക്കുന്നു, നല്ല മാർക്കുണ്ട്. സമയം നോക്കി, കറക്റ്റ് സമയത്ത് വന്നിരിക്കുന്നു 12:20, നല്ല സമയം. ഒരൊറ്റ അടി വീണ്ടും. ചെക്കൻ ചോദിച്ചു, എന്തിനാ തച്ചു ചോദിച്ചു? നിന്റെ ഡ്രസ്സിൽ അഴുക്കുണ്ട്, വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നും വൃത്തികളാക്കാൻ പാടില്ല, അത് നീ പഠിക്കണം, അതിനാ അടി വാങ്ങും. പയ്യൻ തീരുമാനിച്ചു, ഇനി ഞാൻ അടി വാങ്ങൂല. നാലാമത്തെ തവണ മെല്ലെ പോയി പഠിച്ചു, നല്ല മാർക്കിൽ ജയിച്ചു, കറക്റ്റ് സമയം പാലിച്ചു. ഒരു അഴുപ്പില്ലാത്ത ഡ്രസ് ഇട്ടിട്ട് കൊണ്ടുവന്നു, പാപ്പ പിടിച്ചോ പറഞ്ഞു. വാങ്ങി, പാസ്സായിട്ടുണ്ട്. സമയം 12:21, തെറ്റിച്ചിട്ടില്ല. ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ഒരൊറ്റ അടി വീണ്ടും. ഏറ്റവും ശക്തമായ അടി കിട്ടിയത് അന്നായിരുന്നു. ഭയങ്കര അടി. ചെക്കനാകെ അന്തം വിട്ടുപോയി. പയ്യൻ ചോദിച്ചു, ഇന്ന് തന്നെ എന്നെ തല്ലിയെന്ന് ചോദിച്ചു. ഒരു തെറ്റിയില്ലെങ്കിലും അടി കിട്ടുന്ന മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടി അടി. ഒരു തെറ്റ് നീ ചെയ്തില്ലെങ്കിലും നിനക്ക് അടി കിട്ടുന്ന നീ പഠിച്ചോ, അത് പഠിക്കാനാണ് ഈ അടി. മോനെ, ഈ ലോകം അങ്ങനെയാണ്. കുറ്റം മാത്രമേ നോക്കൂ. ഒരു കുറ്റവും ഇല്ലെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ ഒരു തെറ്റില്ലെങ്കിലും നമ്മളെ ശിക്ഷിക്കും. CPT നേതാക്കന്മാരോട് പറയാ, ഈ ലോകത്തിന് മാറ്റാൻ നിനക്ക് നിങ്ങൾക്കൊന്നും പറ്റൂല. അറിയാലോ, ആരോ നേരത്തെ വികാരപരമായിട്ട് അധ്യക്ഷം വെച്ചാറുണ്ടായിരുന്നു, നമുക്കെതിരെ ഒരുപാട് പ്രചരണങ്ങൾ വന്നു. പറയട്ടേ, മാങ്ങയുള്ള മാവിലല്ലേ ആൾക്കാർ എറിയൂ. ഇതൊക്കെ ലോകത്തിന്റെ ഭാഗമാണ്. മുല്ലാ നസറുദ്ദീൻ അയാളുടെ മകനോട് 4ാമത്തെ അടിയിലൂടെ പഠിപ്പിച്ചത്, നീ ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും, നീ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും ഈ ലോകം നിന്നെ കുറ്റപ്പെടുത്തും. കുട്ടികളോട് ഞാൻ പറയാം, ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ലോകം നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. തളരാൻ പാടില്ല, അത് പഠിക്കണം. ഓക്കെ, ഈ ലോകം അങ്ങനെയാണ്. ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. CPTയുടെ പ്രവർത്തനങ്ങളും കുട്ടികളൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, 2010 വർഷം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ ചിത്രീകരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ ലോകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ കഴിഞ്ഞ 10 വർഷം ജർമ്മനിയിൽ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിങ് വന്ന ഒരു പരിശീലകൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നു.
ജർമ്മനിയിൽ അത് അദ്ദേഹം എൻ്റെ കോപ്പിറൈറ്റ് കാൽക്കുലേറ്റർ വാങ്ങിയതല്ല. എന്ത് പ്രശ്നം? അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണാം. ഞാൻ പറഞ്ഞ കണ്ടതാണെങ്കിലും ഒന്നുകൂടെ കാണാം. കണ്ടത് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും ഒന്നുകൂടെ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മളെയൊക്കെ ശരിക്കും പാഠം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റക്കൊരു പ്രവൃത്തി എടുത്ത് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും ആലോചിച്ച് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ്. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ കേരളത്തിലെ, നിങ്ങൾ ഒരു സംഘടന വെച്ചാൽ കേരളത്തിലെ ബാലവേലയും കുട്ടികളോടുള്ള രീതിയും 2018 എന്നൊരു കൊല്ലം കൊണ്ട് തുടച്ചു നീക്കാനുള്ള വ്യാമോഹമൊന്നും നമുക്കില്ല, ഉണ്ടോ? പക്ഷേ ആരെങ്കിലും ഇത് തുടങ്ങിയേ പറ്റും. ജനങ്ങളെ അതിൻ്റെ അവബോധം ഉണ്ടാക്കുന്ന പ്രവർത്തനവും അതിൻ്റെ അളവ് കുറക്കാനുള്ള സംരംഭവും എപ്പോഴെങ്കിലും ഒന്ന് തുടങ്ങിയേ പറ്റൂ. ആ കുട്ടിയുടെ മനസ്സിലാവുക. ആ കുട്ടി അത് തുടങ്ങിയപ്പോൾ ആദ്യം ആ കുട്ടിയുടെ കൂടെ ചേർന്ന് ആരായിരുന്നു? ഈ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഈ ഹോളിൻ്റെ പ്രശ്നം പുറത്തുനിന്നൊക്കെ വല്ലാണ്ട് ലൈറ്റ് വരുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ല. എന്നാൽ ഏകദേശം മനസ്സിലാക്കില്ലല്ലോ. ആ കുട്ടിയുടെ കൂടെ ആദ്യം ചേർന്നത് തെരുവിൽ കളിക്കുന്ന കുട്ടികളായിരുന്നു, ആയിരുന്നല്ലോ. ഒരു മന്ത്രി വന്നപ്പോൾ മന്ത്രിയെ വേറെ വഴിയിൽ തിരിച്ചുവിട്ട് കൊണ്ടുപോയി. പോലീസുകാരൻ പതിവ് വണ്ടി കിടന്നുറങ്ങുന്നു. എല്ലാ പോലീസുകാരും അങ്ങനെയൊന്നല്ല, എന്നാൽ ഇവിടെ കണ്ടൊരു പോലീസുകാരൻ. ഓക്കെ, അപ്പൊ കൊച്ചു കുട്ടികൾ ചേർന്നിട്ട് മരം തള്ളാൻ തുടങ്ങിയപ്പോൾ അതിന്റെ മുതിർന്നവർക്ക് മാതൃകയായി. നിങ്ങൾ ഈ CPTയുടെ ഇന്നലെ തെരഞ്ഞെടുപ്പെട്ട സംസ്ഥാന നിർവാചക ഞങ്ങൾ നിങ്ങളുടെ മെമ്പർമാരുമായിട്ട് ഈ ജോലി ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി. മറ്റുള്ളവർക്ക് പ്രചോദനവും അവർ ചേരും. ലിറ്റിൽ ഡ്രോപ്സ് മേക്ക് എ മൈറ്റി ഓഷ്യൻ. പലതുള്ളി പെരുവെള്ളം. അപ്പൊ നമുക്ക് വലിയ ശക്തിയായിട്ട് മാറും. അപ്പൊ കുട്ടികളോട് ഞാൻ പറയാം, ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടില്ലാത്ത എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്ക് വാട്സാപ്പും ഒരു ഫോണും സ്മാർട്ട് ഫോണും വാട്സാപ്പ് ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യമായി ധന്യമായി എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. ഈ നാട്ടിൽ എന്ത് നടക്കുന്നെങ്കിൽ ചിന്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ണാരക്കണ്ണനും തന്നാലായത് ചെയ്യുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓരോ മെമ്പർ കൊണ്ടാണ് CPTയുടെ ഓരോ ഈ സമൂഹത്തിലെ ഓരോ കുട്ടികൾക്കും അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമുക്കൊക്കെ നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, യു നീഡ് ടു ഹാവ് ഒന്ന് ഈ ഓർഗനൈസേഷനും നിങ്ങൾക്ക് കുട്ടികളോട് ഞാൻ പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ടോപ്പ് ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഏറ്റവും ഉയരങ്ങളിൽ എനിക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം വേണ്ടത് എ ലൈഫ് ഓഫ് പേർപ്പസ്. എന്താ പേർപ്പസ് എന്ന് പറഞ്ഞാൽ? ഉദ്ദേശ ലക്ഷ്യം. നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും. ഞാൻ എന്താ പറയാം, രണ്ടാമത് ലൈഫ് ഓഫ് പ്രയോറിറ്റീസ്. നിങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ബിസിനസ് ഉണ്ടാവും, സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാവും, നിങ്ങൾക്ക് കുടുംബം നോക്കേണ്ടവരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിന്റെ കൂട്ടത്തിലാണ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി നിങ്ങൾ മാറിയത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ബിസിനസ്സും കംപ്ലീറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് നാളെ 24/7 നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഭാഗമാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ആവാൻ ചിലപ്പോൾ കഴിയൊന്നും വരില്ല. പക്ഷെ പ്രയോറിറ്റി തീരുമാനിക്കണം. ചില സന്ദർഭങ്ങളിൽ 1-2 ദിവസം വീടേണ്ടി വന്നാൽ വിടണം. ചില സന്ദർഭങ്ങളിൽ മറ്റ് പരിപാടികളും മാറ്റിവെക്കേണ്ടി വന്നാൽ, ഇഫ് യു ഹാവ് ടു പുട്ട് ഓൺ ഹോൾഡ് സം ഓഫ് യുവർ ആക്ടിവിറ്റീസ്, യു മസ്റ്റ് ബി റെഡി ടു ഡു ദാറ്റ്. തൽക്കാലം കാരണം ചില സന്ദർഭങ്ങളിൽ വേണ്ടി വരും. എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ലൈഫ് ഓഫ് പ്രയോറിറ്റീസ് നമുക്ക് ഉണ്ടാവണം. ഇനി 3, ഒരു ഓർഗനൈസേഷൻ നന്നാവാൻ ലൈഫ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഞാൻ പറഞ്ഞ അതിലേക്ക് വരാം. മൂല്യാധിഷ്ഠിതമായ ചില അടുക്കും ചിട്ടയും വേണം. പ്രിൻസിപ്പിൾസ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. ഓരോ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകില്ല. നമുക്ക് തൽക്കാലം ആരെങ്കിലും എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം. അടിസ്ഥാനപരമായി നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ചില മൂല്യങ്ങൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ലൈഫ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഇനി 4ാമത് വരുന്നത് ലൈഫ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിങ് എന്നാണ്. എക്സ്ക്യൂസ് മീ, CPT എന്നുള്ള ഓർഗനൈസേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നെന്നും അവിടെ ഇന്ന കാര്യങ്ങൾ ഉണ്ടായെന്നും ഇന്ന ആൾക്കാർ വന്നെന്നും ഇന്ന ആൾക്കാരെ ആദരിച്ചു എന്നൊക്കെ ഈ പൊതുസമൂഹം അറിയണ്ടേ? വേണോ വേണ്ടയോ?
ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ആ കഴിഞ്ഞ കുട്ടിയുടെ യാത്രയ്ക്കിടയിൽ നിങ്ങൾ ഉണ്ടായിക്കൊടുത്ത നിങ്ങളുടെ ആ ഇൻവോൾവ്മെന്റ്, നിങ്ങളുടെ ആ ഇന്റർവെൻഷൻ, നിങ്ങളുടെ ആ ശക്തമായ ഇടപെടൽ 10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടാത്തൊരു മനോരമയുടെ ഫ്രണ്ട് പേജ് പരസ്യത്തെക്കാൾ നിങ്ങൾ ഗുണം ചെയ്തിട്ടില്ലേ? എന്നോ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത കാര്യം സമൂഹം അറിയണം. അതാണ് ബ്രാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് ബ്രാൻഡിങ്. അത് വ്യക്തികൾക്കും ബ്രാൻഡ് ചെയ്യാറുണ്ട്, സംഘടനകളും ബ്രാൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ പബ്ലിസിറ്റി വന്ന് നെഗറ്റീവ് അർത്ഥം കൊടുത്തോടാ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചാരണം നമ്മൾ നൽകിയേ പറ്റൂ, എന്നാലേ ഉയരങ്ങൾ എത്താൻ പറ്റൂ. ആൻഡ് ലൈഫ് ഓഫ് പാർട്ട്ണർഷിപ്പ്, സീനിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മറ്റു പല സംഘടനകളുടെയും പങ്കാളിത്തവും സഹായവും വേണ്ടിവരില്ലേ? ഈ പരിപാടി ഇവിടെ നടക്കുന്നത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടുകൂടി ആയിരിക്കില്ലേ? ആയിക്കോട്ടെ, വാഴ കൊടുക്കുന്നുണ്ട് ഹോളിന്. എന്നാൽ ഞാൻ പറയുന്നത് മുനിസിപ്പൽ ചെയർമാനിലേക്ക് ഒരു സംഘടന ഭാഗമായി കണ്ട ഒരാള് രമേശൻ അല്ലേ? നമുക്ക് പത്രമാധ്യമങ്ങളുടെയും മറ്റ് മാധ്യമ സുഹൃത്തുക്കളുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. നാട്ടിലുള്ള മറ്റുള്ള സർക്കാർ സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾ റെയിൽവേ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ആവുന്നുണ്ടല്ലോ. ഓരോ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കൊരു ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനുള്ള ഒരു സംവിധാനം സദേൺ റെയിൽവേ നിങ്ങൾക്ക് ഒരുക്കി തരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കേട്ടല്ലോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണ്ടേ? നാട്ടിലുള്ള മറ്റ് ഞാൻ നിങ്ങൾ പറയാം, ഈവൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്, പോലീസ്, ഹോം ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ ഹോം ഡിപ്പാർട്ട്മെന്റ്, ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് വേണോ വേണ്ടയോ? അല്ലെ, ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസേഴ്സ് വേണോ വേണ്ടയോ? നമുക്ക് ഈ നാട്ടിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, അല്ലെങ്കിൽ കച്ചവടക്കാര്, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. ഞാൻ ലയൺസ് ക്ലബിന്റെ ഭാരവാഹിയാണ്. ഞാൻ എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ഉൾപ്പെടുന്ന ലയൺസിന്റെ അടുത്ത ഡിസ്ട്രിക്ട് ഗവർണറാണ്. എന്റെ മനസ്സിൽ എന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ഞങ്ങൾ ഒരു 10 കോടിയുടെ സേവന പരിപാടികൾ ഒരു വർഷം നടത്തും. എന്റെ മനസ്സിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് യൂത്ത് ആക്ടിവിറ്റി അടുത്ത വർഷം. അതുപോലെ JC സംഘടനയുണ്ട്, വാട്ടറി ഉണ്ട്, ലയൺസ് ഉണ്ട്, വൈസ്മെൻ ഉണ്ട്, YMC ഉണ്ട്. അങ്ങനെ ഒത്തിരി നാട്ടിൽ കുറെ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷൻസായിട്ടൊക്കെ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വേണം, വേണ്ടേ? അവരുടെ പിന്തുണ നേടിയെടുക്കണം. ആ ഒരു നെറ്റ്വർക്കിംഗ് നിങ്ങൾ നടത്തണം. അപ്പൊ നോക്ക്, ഞാൻ കുട്ടികളോട് പറഞ്ഞ മക്കളെ, നിങ്ങൾക്ക് ലൈഫിൽ നാളെ എന്തെങ്കിലും മെച്ചപ്പെടണമെങ്കിൽ ഈ 5 കാര്യം നിങ്ങൾക്കും ഭാഗമാണ്. 1, ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവും. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? 2, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന ചില നന്മകളും മൂല്യങ്ങളും ഉണ്ടാവും. മറ്റുള്ളവരെ കൽപ്പിച്ചിട്ടോ മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ ഒന്നും നേടാൻ ശ്രമിക്കരുത്. 3, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റീസ് ഉണ്ടാവണം, മുൻഗണനകൾ. 2, 3, നിങ്ങളുടെ ജീവിതത്തിൽ ചില തത്വങ്ങളും മൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവണം. 4, നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളുടെ കഴിവുകളും ഈ ലോകത്തെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. 5, നിങ്ങൾക്ക് മറ്റുള്ളവരെ പിന്തുണ കൂടിയേ പറ്റൂ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. നിങ്ങൾക്ക് ഇത് മാറുക. ഇപ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉയരങ്ങളെത്തുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു വ്യക്തിക്കും ഈ 5 കാര്യങ്ങൾ ഭാഗമാണ്. ഓക്കെ, ലൈഫ് ഓഫ് പർപ്പസ്. എന്നെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ഇൻസ്പയർ ചെയ്ത ഒരു ജീവിതം, വാട്സാപ്പിൽ വൈറലായിട്ട് പ്രചരിച്ചൊരു കഥയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാണുന്ന മാഡം, വേഗം പറഞ്ഞു, ഈ കാണുന്ന മാഡത്തിന്റെ പേര് ലതാ ഭഗവാൻ ഖരെ എന്നാണ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ ബുൽഗാനി എന്ന ഗ്രാമത്തിൽ ജനനം. ജില്ലാ ആസ്ഥാനമായ ബാരാമതി എന്ന സ്ഥലത്ത് പോയി. ശരത് പവാറിന്റെ മണ്ഡലം. ജില്ലാസ്പത്രി പോയി ഡോക്ടർ പരിശോധിച്ചു. പുറത്തു വന്നപ്പോൾ ഈ ചേച്ചി ഓടിപ്പോയി ചോദിച്ചു ഡോക്ടറോട്, ഡോക്ടറെ എൻ്റെ ഭർത്താവിന് എന്താ പ്രശ്നം? അവരോട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സ്കാനിങ്ങും വേറെ കുറച്ച് ടെസ്റ്റ് നടത്തണം, എന്നാലേ പ്രശ്നം മനസ്സിലാവും. നിങ്ങൾ പോയിട്ട് ഒരു 5000 രൂപയായിട്ട് വന്നോളൂ. ആ മാഡം പൊട്ടിക്കരഞ്ഞു പോയി. 500 രൂപ കടമായി വന്നതിൻ്റെ ബുദ്ധിമുട്ടവർക്ക് അറിയില്ല. 5000 രൂപയായിട്ട് വരണം, എന്നാലേ ടെസ്റ്റ് എടുത്താൽ പറ്റൂ. ഭർത്താവിന് കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു പെട്ടിക്കടയിൽ പോയി 2 ചായയും 2 സമൂസയും വാങ്ങി. ഭർത്താവിന് ചായയും സമൂസയും കൊടുത്ത് ഈ മാഡം ആ മാഡത്തിനൊരു സമൂസ എടുത്തിങ്ങനെ കഴിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ സമൂസ പൊതിഞ്ഞു കൊടുത്തത് ഒരു മറാഠി പത്രത്തിലായിരുന്നു. പത്രത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ കഷ്ണത്തിലാണ് ഈ സമൂസ പാക്ക് ചെയ്ത് പൊതിഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് അവർ വായിച്ചു. ഒരു വാർത്ത അവരെ വല്ലാതെ സ്വാധീനിച്ചു. എന്തോ തീരുമാനിച്ച പോലെ അവർ ആ പത്രം താഴെ വെച്ചു. അന്ന് തിരിച്ചു പോയില്ല. ബാരാമതി എന്ന നഗരത്തിൽ പിറ്റേ ദിവസം ഒരു മാരത്തോൺ നടക്കുന്നു. ഫുൾ മാരത്തോൺ 43 കിലോമീറ്ററാണ്. ഹാഫ് മാരത്തോണൊക്കെ ഉണ്ടാവും പലപ്പോഴും. ആ മാരത്തോണിൽ പല ഐറ്റം ഉണ്ടാവും. ഫുൾ മാരത്തോണോടാ കുട്ടികൾക്ക് വേറെ ഐറ്റം, മുതിർന്നവർക്ക് വേറെ ഐറ്റം, സ്ത്രീകൾക്ക് ഒരു ഐറ്റം ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ 6 കിലോമീറ്റർ ഓടണം. 50 വയസ്സിന് മുകളിലാണ്, 6 കിലോമീറ്റർ ആണ്. ജയിച്ചാൽ 1ാം സമ്മാനം 5000 രൂപ. ആ വാർത്തയാണ്
ലതാ ഭഗവാൻ ഖരയെ ആകർഷിച്ചത്. ജീവിതത്തിൽ അന്ന് വരെ ഒരു ഓട്ട മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല. 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയാണ്. ഭർത്താവും അവരും കൂടെ അന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ പൊതു ശൗചാലയത്തിനും ദിനചര്യകൾ പൂർത്തിയാക്കി രാവിലെ 6 മണിക്ക് ബാരാവതി മാരത്തോണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഷൂ ഇല്ല, ചെരുപ്പില്ല, ട്രാക്ക് സ്യൂട്ടില്ല, ഒന്നുമില്ല. കീഴ് പറഞ്ഞ സാരി ഉണങ്ങി വരുന്ന ഒരു കറുത്ത സ്ത്രീ സംഘാടകരോട് കൂടി പറഞ്ഞു, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെ 6 കിലോമീറ്റർ ഓട്ടത്തിൽ എൻ്റെ പേരിട്. അവർ വെച്ച് എന്തിനീ? അതെ, ഞാൻ മത്സരിക്കും. മാഡം ഷൂസ് ഇല്ല, ട്രാക്ക് ഷൂട്ട് ഇല്ല, ചെരുപ്പില്ല, നിങ്ങൾ എന്തേ പറയുന്നത്? അതൊന്നും വേണ്ട, ഞാൻ ഓടും. നിങ്ങൾ വെറുതെ നിങ്ങൾ ഓടി വീട് വഴിക്കുന്ന പ്രശ്നമായി ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പറഞ്ഞില്ല, പറ്റില്ല. 3/4 മണിക്കൂർ നേരം കരഞ്ഞു പറഞ്ഞ് കാല് പിടിച്ചപ്പോ അവസാനം സംഭവിച്ചു ഓടിക്കോളാൻ പറഞ്ഞു. 66 വയസ്സുള്ള ഒരു സ്ത്രീ കീറിപ്പറിഞ്ഞ സാരി തുമ്പുകൾ ഏണിയിലേക്ക് തിരികെ കയറ്റി നഗ്നപാതയായി ബാരാമതിയുടെ ടാറിട്ട റോഡിന്റെ രാജവീതിയിലൂടെ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഓടാൻ തുടങ്ങി. ആദ്യം ആൾക്കാരൊക്കെ തമാശയായിരുന്നു. അവർ പിറകോട്ട് നോക്കിയിട്ടേയില്ല. ടാർ ചെയ്ത റോഡിലെ മെറ്റൽ ചീളുകൾ കൊണ്ട് കാല് മുറിഞ്ഞ് ചോര ഓടുന്ന സ്ഥലത്ത് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അവരത് കണ്ടില്ല. ആദ്യമൊക്കെ ആൾക്കാർ തമാശയെങ്കിലും ഒരു പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഈ സ്ത്രീയുടെ നിശ്ചയദാർഢ്യവും അവരുടെ മുഖത്തുള്ള ഒരു തീരുമാന ബോധവും കണ്ടപ്പോ ചെറുപ്പക്കാരെ പിള്ളേർ ആർത്ത് വിളിച്ച് പിറകെ കൂടാൻ തുടങ്ങി. 6 കിലോമീറ്റർ നിർത്താതെ ആ മാഡം ഓടി. ജീവിതത്തിൽ ആദ്യത്തെ ഓട്ട മത്സരം 6 കിലോമീറ്റർ ഓടി. ഹെൽത്ത് ക്ലബുകളിൽ ഡയറി പോകുന്ന സമ്പന്നന്മാരായ കൊച്ചമ്മമാരെ പിന്തള്ളി നൈക്കിയുടെയും അഡിഡാസിന്റെയും പ്യൂമയുടെയും 10,000 വില വരുന്ന ഷൂസും അതുപോലെ നൈക്കിയുടെയോ അഡിഡാസിന്റെയോ ജോക്കിയുടെയോ മനോഹരമായ ട്രാക്ക് ഷൂട്ടോട് ഓടാൻ വന്ന സുന്ദരികളും അല്പവസ്ത്രധാരികളുമായ സ്ത്രീകളെല്ലാം പിന്തള്ളിക്കൊണ്ട് 66 വയസ്സുള്ള ഒരു പാവം സ്ത്രീ ജീവിതത്തിൽ ആദ്യമായി ഓട്ട മത്സരം പങ്കെടുത്ത് എല്ലാവരെയും പിന്തള്ളി 2016 ബാരാമതി മാരത്തോണിൽ 6 കിലോമീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തി. ഷീ ബിക്കേം ദ ചാമ്പ്യൻ. 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് വാങ്ങി നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭർത്താവിന്റെ സ്കാനിങ് എടുക്കാൻ. ഒരു സാധാരണ വീട്ടമ്മ നമ്മൾ കൺമുമ്പിൽ നേടിയ നേട്ടമാണ്. ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തടയാൻ പറ്റില്ല. ലതാ ഭഗവാൻ ഖരെ ഓടിയ പോലെ CPT-യിലെ പുസ്തകന്മാർ ഓടിയാൽ മതി. അതേപോലെ ഓടിയാൽ മതി. കാരണം നമ്മുടെ മുമ്പിൽ ബാലവേലില്ലാത്ത കുട്ടികളെ ചൂഷണം ചെയ്യാത്തൊരു കേരളം. പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കണം. ഡു ഇറ്റ്. മറ്റൊരു സ്ത്രീ 68% അംഗവൈകല്യത്തോടുകൂടി ജനിച്ചൊരു സ്ത്രീ. സ്കോളിയോസിസ് എന്ന രോഗമാണ്. ജീവിതത്തിൽ ഒന്നും എടുത്തു പൊക്കാൻ പറ്റില്ല, ഒന്നും തള്ളാൻ പറ്റില്ല, ഒന്നും വലിക്കാൻ പറ്റില്ല. 68% ഡിസബിലിറ്റിയാണ്. ഡിഗ്രി കഴിഞ്ഞ് 2010 IAS പരീക്ഷ എഴുതി. IAS കിട്ടിയില്ല, IRS കിട്ടി, ഇന്ത്യൻ റവന്യൂ സർവീസ്. ജോയിൻ ചെയ്യാൻ പോയപ്പോൾ സെൻട്രൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് പറഞ്ഞു നിങ്ങൾക്ക് ജോലിയില്ല. എന്താ കാര്യം? ഫിസിക്കലി ഫിറ്റ് അല്ല. 68% നിങ്ങൾ വൈകല്യമുള്ള സ്ത്രീയാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് കൊടുത്ത് വെറുതെ എഴുതില്ല. 2011 IAS എഴുതി, വീണ്ടും IRS. 12 IAS എഴുതി, വീണ്ടും IRS. 13 IAS എഴുതി, വീണ്ടും IRS. 2014 5ാമത്തെ തവണ വീണ്ടും IAS എഴുതി. ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക്. അംഗവൈകല്യമുള്ളവരുടെ വിഭാഗത്തിലല്ല, ഞാനും നിങ്ങൾ എഴുതിയാൽ മത്സരിക്കുന്ന ജനറൽ കാറ്റഗറിയിൽ പൊതുവിഭാഗത്തിൽ ഈ മാഡത്തിന് ഫസ്റ്റ് റാങ്ക്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി അനുകൂലമായി ജോലി കൊടുത്തേ പറ്റൂ. 2015 ബാച്ചിലെ IAS ട്രെയിനിങ് പൂർത്തിയാക്കി ഇന്ന് ഡൽഹി ഗവൺമെന്റിന്റെ കീഴിൽ ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്യുന്നു. അടുത്ത കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടറാണ്. 68% വൈകല്യമുള്ള ഒരു പെൺകുട്ടി, അവരുടെ പേരാണ് ലിറ സിംഗൾ. മീററ്റുകാരിയാണ്. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്ന പാഠം. ഈ ചേച്ചിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഡോണ്ട് ഗിവ് അപ്പ്. ഒരു പരിശ്രമത്തിൽ നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും നിങ്ങളത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. എക്സ്ക്യൂസ് മീ, ഹലോ, ഒന്ന് 2 കൈയും ഫ്രീ ആക്ക്. നേരത്തെ 1 2 3 4 5 പറയുന്നില്ല, സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. 2 കൈയും മാഡം ഒന്ന് ഫ്രീ ആക്കിയിട്ട് മടിയിൽ വെക്കും. പുസ്തകം മടിയിൽ വെച്ചോ, താഴെ വെക്കണമെന്നില്ല, ഏതെങ്കിലും വേണ്ട, ഇരുന്നിട്ട് പറയും. ഞാൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കണം പ്ലീസ്.
ആ ബാക്കിലൊക്കെ ഉള്ള ആളുകൾ കേൾക്കുന്നുണ്ടോ? ഓ ഇതൊന്നും വരില്ലല്ലോ അല്ലേ? ഒരു റിലാക്സേഷൻ്റെ ചോദിച്ചതാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കൈയടിക്കണം. ഓക്കെ. 2 എന്ന് പറഞ്ഞാൽ കൈയടിക്കരുത്. മുടന്തൻ ന്യായം ഇങ്ങനെ പറയണ്ട. ഓക്കെ. 1 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ അടിക്കരുത്. 3 എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അടിക്കണം. 1 2 3 ഒരു 2 റൗണ്ട് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു 15 മിനിറ്റേ ഉള്ളൂ. റെഡി? റെഡിയല്ലേ? റെഡി? തുടങ്ങാലോ? ഓൾ ഓഫ് യു സ്റ്റാർട്ട്. 2. നന്നായിട്ടുണ്ട്. സാറില്ല, ഏത് പോലീസ് 2 എന്ന് പറഞ്ഞാൽ അടിച്ചൂടാ. ആകെ വേണ്ടവരെ അവർക്ക് പറ്റിയ സാറല്ല. 1 എല്ലാവരും അറിയണം. 1 2 കൺട്രോൾ. 3 ആലോചിച്ചടിക്കല്ലേ എന്റെ മേടിക്ക്. 3 3 3 2 2 അറിയാൻ പാടില്ല. പിടിക്ക്. ഓക്കെ. 1 1 3 1 1. ആ ബാക്കിലിരിക്കുന്ന പിള്ളേരെ കയ്യൊന്ന് പൊന്നിച്ചു വെച്ചാൽ മടിയെ ഉള്ളിൽ പിടിച്ചടിക്കല്ല. തട്ടിപ്പ് പണിയെ പഠിച്ചില്ല. ഓക്കെ. 1 1 3 3 1 1 3 3 2. ജീവനുണ്ട്. വണ്ടർഫുൾ. എക്സ്ക്യൂസ് മീ, ഞാനത് നിങ്ങളോട് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു 2-3 ലൈഫ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ലതാ ഭഗവാൻ ഖരയെ പോലെ നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം. സത്യമല്ലേ? ഇറാ സിംഗിനെ പോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും ഒരു പാത വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന തീരുമാനം ഉണ്ടാവണം. ശരി എന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ട് പോരാടാനുള്ള മനസ്സുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? നൗ വൺ മോർ ലേഡി. ഈ കുട്ടി 2ാമത്തെ വയസ്സിൽ ഒരു പനി വന്ന് ശരീരം മൊത്തം തളർന്നു. ബാംഗ്ലൂരാണ്. ശരീരത്തിന് ഷോക്ക് കടുത്ത ചികിത്സ. അതിന്റെ ഭാഗമായിട്ട് അരക്ക് മുകളിലേക്ക് ചലനശേഷി തിരിച്ചു കിട്ടി അരക്ക് താഴേക്ക് കംപ്ലീറ്റ് തള്ളു. ഈ വീൽ ചെയറിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആകണമെന്ന് സ്ത്രീ ആഗ്രഹിച്ചു. ഇന്ന് 100 മീറ്റർ 200 മീറ്റർ വീൽ ചെയർ ഓട്ട മത്സരത്തിലെ ഏറ്റവും വേഗം കൂടിയ വനിത എന്ന ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് ഇവരുടെ പേരിലാണ്. നാഷണൽ റെക്കോർഡ്. 2 പാരാലിമ്പിക്കുകളിലും 4 ലോക ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ. 389 സ്വർണ്ണ മെഡൽ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചു. 27 സിൽവർ മെഡൽ, 5 വെങ്കല മെഡൽ. ജീവിതത്തിൽ ഇവർ വാരിക്കൂട്ടിയ മെഡലുകളുടെ എണ്ണമാണ്. ഈ മേഡത്തിന്റെ പേരാണ് മാലതി ഹൊള്ള. മാലതി ഹൊള്ള എന്ന സ്ത്രീയാണ് ഇവര്. 389 ഗോൾഡ് മെഡൽ, 27 സിൽവർ മെഡൽ, 5 ബ്രോൺസ് മെഡൽ. നമ്മുടെ രാജ്യം പത്മശ്രീ അവാർഡ് കൊടുത്തവരെ ആദരിച്ചു. നമ്മുടെ രാജ്യം അർജുന അവാർഡ് കൊടുത്തവരെ ആദരിച്ചു. പത്മശ്രീ അവാർഡും അർജുന അവാർഡും നൽകി ഇന്ത്യ എന്ന മഹാരാജ്യം ഈ സ്ത്രീയെ ആദരിച്ചു. മാലതി ഹൊള്ള. പ്രിയപ്പെട്ട CPT നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, when everything is lost, please remember and believe everything is not lost. ഏതെങ്കിലും ഒരു പരിശ്രമത്തിൽ തകർന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു മുന്നേറ്റത്തിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാൽവെപ്പ് പതറിപ്പോയാൽ, ഇടറിപ്പോയാൽ ഒരിക്കലും ചിന്തിക്കരുത് അത് അവസാനമാണ്. ഇതോടെ നമ്മൾ തീർന്നു എന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ കരുതിയാൽ തീർന്നു, പിന്നെ രക്ഷയില്ല. വീഴുന്നതിലെല്ലാവരും എത്ര വേഗം എഴുന്നേറ്റ് വീണ്ടും ഓടുന്നു എന്നതിലാണ് കാര്യം. ശരിയല്ലേ? യെസ് ഓർ നോ? 2ാമത്തെ വയസ്സിൽ വീണൊരു ജീവിതം, 30 ശസ്ത്രക്രിയ, തീർന്നില്ലേ? ഇനി എന്ത് ലൈഫ്? പക്ഷെ മാലതി ഹൊള്ളയെ കുറിച്ച് അഡ്വക്കേറ്റ് വാമൻ കുമാർ എന്നിവിടെ സംസാരിക്കേണ്ടി വന്നു. റൈറ്റ്? ലൈഫ് ഓഫ് പർപ്പസ്. ജീവിതത്തിന് വ്യക്തമായ ഒരു പർപ്പസ് അവർക്ക് ഉണ്ടായി. അപ്പൊ അങ്ങനെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാകാൻ നിങ്ങളെ
8ാം ക്ലാസ് തോറ്റ സച്ചിൻ ടെണ്ടുൽക്കർ, ബാങ്കോക്ക് എന്ന് പറയുന്ന തായ്ലൻഡിലെ ബാങ്കോക്കിലെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്ത അക്ഷയ് കുമാർ, ഒരു വാച്ച്മാനായി ജോലി ചെയ്ത നവാസുദ്ദീൻ സിദ്ദിഖി, റെയിൽവേ TT ആയി ജോലി ചെയ്തിരുന്ന MS ധോണി, ഫുട്ബോൾ കളിക്കാൻ പൈസ ഇല്ലാതെ ചായ വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഫുട്ബോൾ പരിശീലനത്തിന് പോയ ലയണൽ മെസ്സി, കൂട്ടുകാരുടെ കൂടെ അവിടെ റൂമിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി തറയിൽ കിടന്നുറങ്ങി മറ്റുള്ളവർ കുടിച്ചിട്ട് ഉപേക്ഷിക്കുന്ന കൊക്കക്കോളയുടെ കുപ്പി പെറുക്കിയെടുത്ത് ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റ് അമ്പലത്തിൽ ആഴ്ചയിൽ കൊടുക്കുന്ന സൗജന്യ ഭക്ഷണം കഴിച്ച് വളർന്ന് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായ ആപ്പിളിന്റെ CEO ആയി മാറിയ സ്റ്റീവ് ജോബ്സ്, ഡിഗ്രി ഹാർവാർഡ് സെമസ്റ്റർ ഡിഗ്രി പല പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും ഒരിക്കലും ജയിക്കാൻ പറ്റാതെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പുറത്താക്കപ്പെട്ട ലോകത്തിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് 1ാം നമ്പർ പണക്കാരനായ ബിൽ ഗേറ്റ്സ്, 4ാമത്തെ വയസ്സ് വരെ വായിക്കാൻ സംസാരിക്കാൻ പറ്റാതിരുന്ന, 7ാമത്തെ വയസ്സ് വരെ വായിക്കാൻ പറ്റാതിരുന്ന ബുദ്ധിമാനിയുള്ള കുട്ടിയാണ് അധ്യാപകർ മുദ്രകുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറിയ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ എക്സ്ക്യൂസ്? നിങ്ങൾക്ക് എന്ത് എക്സ്ക്യൂസ് പറയാനുള്ളത്? നമുക്ക് എന്ത് എക്സ്ക്യൂസ് ആണ് പറയാനുള്ളത്? അവർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ജീവിത സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ റൈറ്റ്. ഹൗ ടു ബി ഹാപ്പി? ഹാർവാർഡ് ബിസിനസ് സ്കൂൾ നടത്തിയ ഒരു പഠനത്തോട് പറഞ്ഞ അവസാനിപ്പിക്കും. ഹാർവാർഡ് ബിസിനസ് സ്കൂൾ നടത്തിയ ഒരു പഠനമാണ്. CPT പ്രവർത്തകന്മാരോടും ഇനി ഭാവിയുള്ള എൻ്റെ കുട്ടികളോടും ഞാൻ പറയുന്നു, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാം? അതിക്രമത്തിന് ഇരയാകുന്ന ഒരു കുട്ടിയെ ജീവിതത്തിൽ രക്ഷിച്ചാൽ നമുക്ക് സന്തോഷിക്കാം, അല്ലേ? നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സന്തോഷിക്കുന്നു. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പരീക്ഷണം പറയുന്നത് പണവും അംഗീകാരങ്ങളും പ്രശസ്തിയും. ലിസൺ, മണി, പോപ്പുലാരിറ്റി ആൻഡ് റെക്കഗ്നിഷൻസ്, പണം, പ്രശസ്തി, അംഗീകാരങ്ങൾ give you only 25% of your happiness. 25% ഹാപ്പിനെസ്സേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇഷ്ടംപോലെ പൈസ ഹാപ്പി ആവുന്നല്ലേ? വേണ്ട. ഭയങ്കര പദവി ഉണ്ടായ ഹാപ്പി ആവുന്നല്ലേ? ഇല്ല. ഭയങ്കര അംഗീകാരം കിട്ടിയ ഹാപ്പി ആവുന്നല്ലേ? അല്ല. പണവും പ്രശസ്തിയും അംഗീകാരങ്ങളും 25% ഹാപ്പിനെസ് മാത്രമേ നൽകുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥ ഹാപ്പിനെസ്, 75% ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് നിശബ്ദമായ ചില ഘടകങ്ങളിലൂടെയാണ്. അതിന് വിളിക്കുന്ന പേരാണ് സൈലന്റ് 75. എന്താ സൈലന്റ് 75? നമ്മൾ പണവും പ്രശസ്തിയും അംഗീകാരമല്ല, അതൊന്നും അല്ലാതെ നമുക്ക് ലഭിക്കുന്നത്, സന്തോഷം കിട്ടുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ 75% സന്തോഷം നൽകുന്നത് നിശബ്ദമായ ചില ഘടകങ്ങളിലൂടെയാണ്. ആ ഘടകങ്ങളിൽ ഒന്നാണ് CPTയുടെ വർക്ക് എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. എന്താണ് സൈലന്റ് 75? ഒന്ന്, ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലും, എത്ര പ്രശസ്തനായാലും, എത്ര അംഗീകാരം കിട്ടിയാലും നാളെക്കുറിച്ച് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ മനസ്സിൽ സന്തോഷം ഉണ്ടാവുമോ? പറ. നാളെ രാവിലെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വെറുതെ പറയാം, സ്വപ്നങ്ങളൊക്കെ ഒരുപാട് ബാക്കിയില്ലേ, ചുമ്മാ പറയണേ. നാളെ രാവിലെ നേരം കൊള്ളുമ്പോൾ സൂര്യോദയം കാണാൻ കിടന്ന കിടക്കയിൽ നമ്മൾ ജീവനോട് ഉണ്ടാവുന്ന നല്ല ഉറപ്പുണ്ടോ? ഉറപ്പൊന്നുമില്ലെങ്കിലും 6 മണിക്ക് അലാം വെച്ചിട്ടേ കിടക്കല്. ഒരു വിശ്വാസം അതല്ലേ? അതൊരു ഓപ്റ്റിമിസം അല്ലേ? നാളെ രാവിലെ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ല, പക്ഷെ നമ്മൾ അലാം 6 മണിക്ക് സെറ്റ് ചെയ്ത് കിടക്കും. വൈ? ബിക്കോസ് വി ആർ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് അവർ ലൈഫ്. യെസ് ഓർ നോ? 95 വയസ്സുള്ള ഒരു പേരമ്മ ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ. പ്രീപെയ്ഡ് ആണ്, ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. വയസ്സ് 95. ഒരേ വിശ്വാസം. ഓപ്റ്റിമിസം ഉണ്ടെങ്കിലേ പറ്റൂ. ഞാൻ വീണ്ടും പറയുന്നു, എതിർപ്പുകൾ ഉണ്ടാവും. CPT എന്ന സംഘടന ശല്യം ചെയ്യാൻ പോകുന്നതും ഉറക്കം കെടുത്താൻ പോകുന്നതും നിസ്സാരക്കാരിയല്ല. യെസ് ഓർ നോ? സമൂഹത്തിൽ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരു ചെയിനോടെ, ഒരു നെറ്റ്വർക്കോടെ നൽകി കോടികൾ സമ്പാദിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ കയ്യിൽ ചൊട്ടുവിദ്യയിലൂടെ വിളിച്ച സ്ഥലത്തെത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ മാഫിയക്കെതിരെ നിങ്ങളുടെ പോരാട്ടം. യെസ് ഓർ നോ? ആ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആ പോരാട്ടം സന്തോഷത്തോടെ നടത്താൻ പറ്റുമെങ്കിൽ ഈ പോരാട്ടം വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടാവണം. റൈറ്റ്? ശുഭാപ്തി വിശ്വാസം അതുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ. ഇതൊന്നും കേട്ടിട്ടൊന്നും ഒരു വിശ്വാസം വരുന്നില്ല അല്ലേ? പ്ലീസ്. ഓപ്റ്റിമിസമാണ്
ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു ഘടകം. 2 ഇമോഷണൽ റെസിലിയൻസ്, വൈകാരികമായ തിരിച്ചുവരവ്. ഒരു പ്രശ്നത്തിൽ ഒരു അടി ഏറ്റു വെച്ചോ നമുക്ക്, അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്യൂല് പറഞ്ഞല്ലോ, നിങ്ങൾ പല ആൾക്കാരും ഭിന്നിച്ചു പോയി, പല ജില്ലാ കമ്മിറ്റി ആക്കിയവരും ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നു, ഞങ്ങൾ വേറെ ആയിക്കോളാന്ന് പറഞ്ഞു, പല നിയോജകമണ്ഡലം കമ്മിറ്റിപ്പെട്ടവർക്കും പല അഭിപ്രായത്തിലുണ്ടായി. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവും, നിങ്ങളുടെ വൈകാരികമായി നിങ്ങൾ തളരും, ഉറപ്പാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷെ തളരുന്ന പ്രശ്നമില്ല. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് അർത്ഥം. റിസറക്ഷൻ. നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ നിന്ന് വൈകാരികമായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. എല്ലാ കാലത്തും ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയി, ഞാൻ പറയാണ്, ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെ കുറിച്ച് ഓർമ്മകളുമായിട്ട് ദുഃഖിച്ചു വരികയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പിനെസ് ഇല്ല. തിരിച്ചു വരാൻ പഠിക്കണം. അത് കേട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതാണ് സന്തോഷം വേണ്ടത്. കുട്ടികളൊക്കെ പറയാം, പരീക്ഷയിലൊക്കെ വേണ്ടത് മാർക്ക് കിട്ടില്ല, അപ്പൊ തന്നെ ആകെ എന്തെന്ന് നമുക്ക് ഒരു പ്രശ്നമില്ല, ആകെപ്പാട് അപ്സെറ്റ് ആയിരുന്നത് ആകേണ്ട കാര്യമില്ല. ഓക്കെ. 3rd വൺ, എംപതി. എന്താ എംപതി? തന്മയീഭാവം. ഒരു കുട്ടിക്ക് എന്നൊരു പ്രയാസം ഉണ്ടായാൽ ആ കുട്ടിയുടെ പ്രയാസം, ആ കുട്ടിയെ നഷ്ടപ്പെടുക, ആ കുട്ടിയെ അതിക്രമം നിര്യാപിച്ചാൽ ആ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വികാരം ഉണ്ടല്ലോ, ആ വികാരം നിങ്ങളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ഉണ്ട്? മൂന്നാമത്തെ വാക്ക് എമ്പതി. ആ വാക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് എമ്പതി ഉണ്ട്. നീണ്ട് പ്രസംഗിച്ച ഇപ്പൊ തന്നെ വെസ്റ്റെന്ന് എനിക്കറിയാം. എമ്പതി വെരി സീരിയസ്ലി നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാണെങ്കിൽ മറ്റുള്ളവർ എമ്പതി. ഇറ്റ് ഈസ് നോട്ട് ഫീലിംഗ് ഫോർ അതേഴ്സ്. എമ്പതി മീൻസ് ഫീലിംഗ് വിത്ത് അതേഴ്സ്. എമ്പതി എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഫോർ അതേഴ്സ് അല്ല, എമ്പതി പറഞ്ഞാൽ ഫീലിംഗ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഫീൽ ചെയ്യലല്ല, മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഫീൽ ചെയ്യലാണ് എമ്പതി. സത്യത്തിൽ ഒരു സീക്രട്ടഡ് ആക്ടിവിറ്റി ഈ ഇതുപോലുള്ള പ്രയാസമിരിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് അതിനൊരു എമ്പതി ചെയ്യലല്ലേ? കമോ, ഞാൻ ഈ കുട്ടികളോടും പറയാം, ജീവിതത്തിൽ കാണിക്കണം. ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാം തീർക്കാൻ നമുക്കാവില്ല. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തോന്നണം. അതാണ് എമ്പതി. Now, 4th factor, 4th factor, social connections, സാമൂഹ്യ ബന്ധങ്ങൾ. എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു 5000 കോണ്ടാക്റ്റുകൾ. ഫേസ്ബുക്കിൽ ഞാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ 5000 കോണ്ടാക്ട് കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ പേജ് 10,000 ആൾക്കാരെ ലൈക്ക് ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിൻ്റെ ഉടമയാണ് ഞാൻ. പക്ഷെ എൻ്റെ 5000 കോണ്ടാക്റ്റുകൾ ഞാൻ പലപ്പോഴും ഫോൺ മാറ്റുമ്പോൾ ശ്രദ്ധിക്കും. ചിലപ്പോൾ ബാക്കപ്പ് എടുക്കുമ്പോഴൊക്കെ വെറുതെ നമ്പർ നോക്കും. ഈ 5000 കോണ്ടാക്റ്റുകളിൽ എല്ലാ മാസവും ഞാൻ വിളിക്കുന്ന എത്ര പേരുണ്ട്? ഒരു മാസം ഒരു തവണ ഞാൻ വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിൽ 100 താഴെ മാത്രമാണ്. ഒരാഴ്ചയിൽ ഒരു തവണ ഞാൻ വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ബിലോ 25 ആണ്. എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്ന ആളുടെ എണ്ണം എൻ്റെ വൈഫ് പോലും ഇല്ല. ഒന്നിച്ചാണ് വിളിക്കുന്ന കാര്യമില്ലോ. 5000 കോണ്ടാക്റ്റുകൾ എൻ്റെ ഫോൺ ബുക്കിൽ, അഡ്രസ് ബുക്കിൽ, ഇൻബോക്സിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഞാൻ എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന, എല്ലാ ദിവസവും വിളിക്കുന്ന, ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുന്ന 25 മിനിറ്റ് ആഴ്ചയിലില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കോണ്ടാക്റ്റുകളേ ഉള്ളൂ, കണക്ഷൻസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊക്കെ കോണ്ടാക്റ്റുകളേ ഉള്ളൂ, ഒന്നില്ല, കണക്ഷൻസ് ഇല്ല. ആർ യു കണക്റ്റഡ് ടു അതേഴ്സ്? ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ മറ്റുള്ളവരോട് കണക്റ്റഡ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ CPT ഈ സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. ആ വാക്ക് മാറരുത്. കോണ്ടാക്ട് പോലെ കണക്ഷൻ വേണം. നല്ല സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാവും. ആ കണക്ഷനിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ദ ഫൈനൽ വൺ, വ്യൂ സ്ട്രെസ് ആസ് ചലഞ്ച്. മാനസിക സംഘർഷത്തെ ഒരു വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയണം. മാനസിക സംഘർഷത്തെ ഒരു ചാലഞ്ചായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് കാണാൻ നിങ്ങൾ കൊടുക്കണം. എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് സംഘടനാപരമായ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. എക്സ്ക്യൂസ് മീ, എന്താ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് ഈസ് an emotional reaction to external issues that our body finds difficult to handle. നമ്മളുടെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ വലുപ്പത്തിലുള്ള
പുറത്തുനിന്നുള്ള സംഭവങ്ങളോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ഹലോ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണ് സ്ട്രെസ് ഉണ്ടാവുമോ? അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തമാശയോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മനസ്സിലെ ഒരാൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു കഥയാണ്, തമാശയിലാണ്. ഒരു പുരുഷൻ വണ്ടി ഓടിച്ചു പോകും. കോരിച്ചൊരിത് മഴ, വിജനമായ ഒരു സ്ഥലം, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, ഒരു മഴ, ഭയങ്കര മഴ കൈനിട്ടു. ഞാൻ വണ്ടി എടുത്തു. മാഡം ഒരു എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് എനിക്ക് ലേബർ പെയിനാണ്. കയറിക്കൊള്ളാൻ ഒരു വണ്ടി കിട്ടുന്നില്ല, വേറെ ആരെ കൂടിയില്ല. 10 കിലോമീറ്റർ അപ്പുറമാണ് ആശുപത്രി. ഇയാളെ സ്ത്രീയോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ മാഡം ബാക്കിൽ മാഡം നിങ്ങളുടെ വേദനയ്ക്ക് ഒരു കരയിലേക്കുണ്ട്. ഇയാൾ അടിച്ചു വിടുക വണ്ടി. ആശുപത്രിയിൽ എത്തുന്നവരെ അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് സ്ട്രെസ്. ആശുപത്രിയിൽ എത്തിയാണെങ്കിൽ ഏതായാലും പെണ്ണുങ്ങൾ ലേബറോട് കയറിയില്ലേ, ഒരു അരമണിക്കൂർ വേണ്ടി പോവാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻ, യു ബിക്കം ദ ഫാദർ ഓഫ് എ ബേബി ബോയ്. സ്ട്രെസ് കൂടി. അതുകൊണ്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത പെണ്ണുങ്ങളാണ്, എനിക്കേ അല്ല പെണ്ണുങ്ങളൊക്കെ പുറത്തേക്കുന്നതാണ് കുട്ടികളെ തീർന്നില്ലേ. അവസാനം DNA വിദുത്ത പരിശോധന, സാമ്പിൾ എടുത്ത് വിട്ടു. അത് വരുന്നവരെ സ്ട്രെസ് കൂടും, തെറ്റിപ്പോയെങ്കിൽ. അവസാനം അതിന്റെ സാമ്പിൾ റിസൾട്ട് വന്നു. ഈ കുട്ടീനല്ല, കുട്ടികളെ ഉണ്ടാവില്ല. ജന്മനായിട്ട് കുട്ടിയില്ലാത്തോ സമാധാനമായി, സ്ട്രെസ് എല്ലാം പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് വീണ്ടും സ്ട്രെസ്സായി. വീട്ടിൽ 3 കുട്ടികളുണ്ട്. സ്ട്രെസ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഇതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ ആരും ഉദ്ദേശിച്ചില്ല, കഥ പറഞ്ഞാൽ. ഓക്കെ, സോ കം ടു ദ പോയിന്റ്. അപ്പൊ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഒരു മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ, ആ മാനസിക സംഘർഷം നമ്മളുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ അനുവദിക്കാൻ പാടുണ്ടോ? കമോൺ. മാനസിക സംഘർഷത്തെ എന്തായിട്ട് കാണാം? ചാലഞ്ച് ആയിട്ട് കാണാം. You have to consider those things which are external events that your body find it difficult to cope up with. Take them as a challenge. അതിന് ചാലഞ്ച് ആയിട്ട് കാണാം. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകന്മാരോട് പറയണം. ചൈൽഡ് പ്രൊട്ടക്ട് ടീം എന്ന ഓർഗനൈസേഷൻ നൽകാൻ പോകുന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ ഗവേഷണം നടത്തി പഠിപ്പിച്ച ഒരു മനുഷ്യ ജീവിതത്തിൽ പണവും പ്രതാപവും പ്രശസ്തിക്കും നിങ്ങളുടെ കുട്ടികളോട് പറയാൻ കഴിയും. നിങ്ങൾക്കിവിടെ ശുഭാപ്തി വിശ്വാസികളോ കേരളത്തിലെ കുട്ടികളെ ഇവരുടെ അധികം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ശുഭാപ്തി വിശ്വാസം, ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾക്ക് വൈകാരികമായി തിരിച്ചു വരാൻ പറ്റുന്ന കുട്ടികളെ, അമ്മമാരെ വൈകാരികമായി തകർച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സംഘടന ആയിരിക്കണം CPT. യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന പാവപ്പെട്ട കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും നിങ്ങൾക്ക് തന്മയി ഭാവം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. നാസറിൽ ഇറങ്ങാൻ അതിന് കാരണം അദ്ദേഹം ഒരു വീഡിയോയാണ് നിങ്ങൾ പറഞ്ഞു, കുട്ടിയെ തല്ലിക്കാലോടിക്കുന്ന ഒരു വീഡിയോയാണ് പറഞ്ഞു. ഒരു 80 അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയോ ഒരു ആർദ്രത പോലെ ആ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നമ്പരമായി വളർന്നപ്പോൾ മാത്രമാണ് നാസറിന്റെ ഓർഗനൈസേഷൻ തുടങ്ങാൻ തോന്നിയത്. അത് 80 മൂലമാണ്. റൈറ്റ്, സോഷ്യൽ കണക്ഷൻസ്. നിങ്ങൾക്ക് 30,000 മെമ്പർമാരുണ്ട്. എത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വളർന്ന ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വ്യാപാരിക സേവന ജില്ലാ സെക്രട്ടറി നിങ്ങളെ എല്ലാ കുട്ടികളും അഡ്വൈസ് ശ്രീ ജോസഫിനോട് പറയുണ്ടായി. റൈറ്റ്, സോഷ്യൽ കണക്ഷൻസ്. ഇതിലുണ്ടാകുന്ന ചാലഞ്ചസിനെ സ്ട്രെസ്സിൽ നിന്ന് ചാലഞ്ചായിട്ട് കാണാം. റൈറ്റ്, സോ ഫ്രണ്ട്സ്, ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അത് കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷനെ വളർത്തിക്കൊണ്ടുപോകാൻ, ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, എന്നാണ് എൻ്റെ അഭിലാഷം. ഒരു ചെറിയ ഒരു അനുഭവക്കഥ കൂടെ പറഞ്ഞ് നിർത്താം. ജപ്പാനിലെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ജൂഡോ കളിക്കാരനാവണമെന്നായിരുന്നു. ദൗർഭാഗ്യവശാൽ 10ാമത്തെ വയസ്സിൽ അമ്മയുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ലോറി ബസ്സിനിടിച്ച് ഇടത് കൈ പോയി, ഫുള്ള് പോയി. പക്ഷെ ജൂഡോ കളിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിന്നും പോകുന്നില്ല. 14ാമത്തെ വയസ്സിൽ ഒരു ജൂഡോ പരിശീലനത്തിൽ പറഞ്ഞു, എനിക്ക് ഇടത് കൈയില്ല, എന്നെ പരിശീലിപ്പിക്കുക. ജൂഡോയെ പിടിച്ചിട്ട് മലർത്തിയിരുന്ന കൈയാ വന്നോളാം. 8 വർഷങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാക്ടീസ് ചെയ്തു. 8 കൊല്ലം ഇവരെ അയാൾ പഠിപ്പിച്ച ഒരേ ഒരു അടവ് മാത്രം, ഒറ്റ അടവ്, വേറെ ഒന്നും പഠിപ്പിക്കില്ല. പലപ്പോഴും അവൻ ബോറടിച്ച് നിർത്തണം വിചാരിച്ചു, പക്ഷെ കണ്ടില്ല. 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ജൂഡോ മത്സരത്തിൽ പങ്കെടുത്ത് ഇടത് കൈയില്ലാതെ ജൂഡോ റെഗുലർ കണ്ടപ്പോൾ ആൾക്കാർ കളിയാക്കി ചിരിച്ചു. പക്ഷെ ഓരോരുത്തരെയായ ഒറ്റ അടവും ഒരു കൈയും ഓരോരുത്തരെയായി തോപ്പിച്ചവൻ ആ ജൂഡോ മത്സരത്തിൽ ചാമ്പ്യനായി. ഗുരുനാഥനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ചാമ്പ്യനായി? ഗുരുനാഥൻ പറഞ്ഞു, 8 കൊല്ലം നീ എന്നും പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച ആ ഒരു അടവ് ജൂഡോയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അടവുകളിൽ ഒന്നാണ്. ശ്രദ്ധിക്കണമല്ല, ആ അടവിന്റെ പ്രത്യേകത
നിനക്കറിയുന്ന ആ 7 അടവ് ഒരു ജൂഡോ കളിക്കാരൻ എതിരാളിക്കെതിരെ എടുത്താൽ എതിരാളിക്ക് പ്രതിരോധിക്കാൻ, രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഈ അടവ് എടുക്കുന്ന കളിക്കാരന്റെ ഇടത് കൈ പിടിക്കണം, അല്ലാതെ വേറെ മാർഗമില്ല. ഈ അടവെടുക്കുന്ന കളിക്കാരന്റെ ഇടത് കൈ പിടിച്ചാൽ മാത്രമേ എതിരാളിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. എനിക്കറിയാം നിന്റെ ഒരു എതിരാളിക്ക് ഒന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിനക്ക് പിടിക്കാൻ അവർക്ക് പിടിക്കാൻ നിനക്ക് ഇടത് കൈ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നീ ഒരു ജേതാവായത്. ഇടത് കൈ ഇല്ലാത്തത് വലിയ ഒരു പോരായ്മയില്ലേ? നിങ്ങൾക്ക് പല പോരായ്മകളും തോന്നില്ലേ? ഒരു വർഷം കൊണ്ട് നിങ്ങൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയില്ലേ? സ്വാഭാവികമായിട്ടും ആ ഒരു ബാലാരിഷ്ടത വിട്ടു മാറിയിട്ടില്ലല്ലോ. പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലൂടെയല്ലേ നാസറും സംഘവും യാത്ര ചെയ്യുന്നത്. യെസ്, പക്ഷെ ആ പോരായ്മകളെ, നിങ്ങളുടെ വീക്ക്നെസ്സുകളെ നിങ്ങളൊരു ലിമിറ്റേഷൻസ് ആയി കാണാതെ ആ പോരായ്മകളെ കൂട്ടായ പരിശ്രമത്തിലൂടെ, അഭിപ്രായ ഐക്യത്തിലൂടെ, ഒരു ലക്ഷ്യം നേടായ ഒറ്റ മനസ്സിലൂടെ നിങ്ങളുടെ ഇന്നുള്ള CPTയുടെ പോരായ്മകളെ കരുത്താക്കി മാറ്റി മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ കൂട്ടം ലഭിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഇത്രയും മനോഹരമായി ചോദിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നന്മകളും നേർന്നുകൊണ്ട് വീണ്ടും കാണാം. CPTയുടെ പ്രസ്ഥാനത്തെ വളർത്തി ഞാനുണ്ട് കൂടെ എന്ന് അറിയിച്ചു. All the very much. Thank you very much. Goodbye.